ചെറ്റുകൊമ്പന. ശരി പോപ്പ. ദിവസം 4-5 കാട്ടാനോടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇനിയിപ്പോ കയറ്റി വിട്ടേക്കാന്ന് വെച്ചാലും കാര്യം കഷ്ടമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, അപ്പോ ആരും കേട്ടില്ല. കാട്ടി കയറുമ്പോ മുറിവും ചതവും ഒക്കെ താനേ മാറിക്കൊള്ളും. കയറ്റി വിട്ടേക്കാം സാർ. അത് വേണ്ട. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആനയെ കൂട്ടിലെത്തിക്കണം. വാവച്ചനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയ മറ്റൊരാളെ കണ്ടുപിടിക്കണം. നല്ല തഴക്കവും പഴക്കമുള്ള ഒരു തന്നെ. അതിനെ ആരാ? വാവച്ചനേക്കാൾ തഴക്കവും പഴക്കവും ഉള്ള വേറൊരാള് ഉണ്ട്. ഒറ്റയാനെ പോലും തളയ്ക്കുന്നവൻ. പ്രായിക്കര പാപ്പാൻ. അച്യുതൻ പാപ്പാനല്ലേ? കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിന് ഇടഞ്ഞ 4 ആനകളെ ഒറ്റയ്ക്ക് തളച്ചത് ഈ പാപ്പാനാ. സാറ് കേട്ടിട്ടില്ലേ? ആ, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അയാളിപ്പോ എവിടാന്ന് വെച്ച് വരുത്താനാ? മേൽവിലാസം ഇന്ത്യയിലുണ്ട്. പക്ഷേ ആളൊരുടക്കന് വരുമെന്ന സംശയം. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. അച്യുതൻ പാപ്പാൻ വന്നാൽ ആന കൂട്ടിലെത്തും, ഉറപ്പാണ് സാർ. എങ്കിലും നമുക്ക് അയാളെ വരുത്താൻ നോക്കാം. ആ, രാത്രിയിൽ വാരിക്കുഴിക്കാവലിന് കുറവൊന്നും വരുത്തണ്ട. വേണമെങ്കിൽ 2-3 പേരെ കൂടെ ഇട്ടോ. ശരി സാർ. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ ശരിയാ. നമ്മൾ കുഴിയിൽ നിന്ന് ആനയെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുചാളിയായിട്ട് അങ്ങോട്ട് പോയി. DFOയുടെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായിക്കരയെന്ന് അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചതിനും ഒക്കെ? ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. എന്താ ഇത്? തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. അല്ലേ തോടാ? കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന. ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. ഓ നാട്ടുകാരറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൊമ്പുംപാലും മുറിച്ചെടുത്ത് ഈ കുഴിയിൽ തന്നെ വെട്ടി മൂടാമായിരുന്നു. നിന്നെ കൊണ്ടാണെങ്കിൽ കേറ്റാനും പറ്റുന്നില്ല. കൊച്ചിയിൽ 6 പേരെ കുത്തിമലർത്തിയ കൊച്ചു കേശവനെ തളച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? അല്ലേ അച്ചാപ്പൂ? ഒരു പോക്കുമില്ലടാ. അവൻ വന്ന് കുഴിയിടിച്ച് കാട്ടാനെ കയറ്റി കാട്ടിൽ വിടും. അല്ലാതെ കൂട്ടിലെത്തിക്കാനൊന്നും അവന് പറ്റില്ല. നീ കണ്ടോ? അതെന്തായാലും പാവച്ചനെ കൂടാതെ ഒരു പ്രമാണം ഇവിടെ വേണ്ട.
അച്യുതന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ദിക്കും കിടപ്പും വെച്ച് നോക്കിയാ കന്നിക്കോണിന്ന് ആരംഭിക്കാം, അല്ലേ മൂപ്പ? താൻ പറഞ്ഞത് ശരിയാ. അപ്പൊ സൂര്യൻ കാണാലും വെട്ടം ഉറപ്പാ. കുഴപ്പമൊന്നുമില്ലല്ലോ മൂപ്പ. ഇല്ല, അച്യുതന്റെ കണക്ക് ശരിയാ. കൊമ്പൻ നിൽക്കും.
അങ്ങോട്ടാണ് വലിയത് കേട്ടോ